ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 25-ാം അധ്യായം മുതൽ സമാഗമന കൂടാരം ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശമാണ് ദൈവം മോശ മുഖാന്തരം ഇവിടെ ചെയ്യുന്നതും അതിനുള്ള ക്രമീകരണം ഇവിടെ നടത്തുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഇതുവരെയും വ്യക്തിപരമായ യാഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇനി ആരാധന സമൂഹപരമാക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അവർക്കൊന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനുമുള്ള ക്രമീകരണമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ സമാഗമന കൂടാരം സഭയെയാണ്, പുതിയ നിയമത്തിൽ സഭയെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകമായി യഹോവയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. യഹോവ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. മോശയെ പർവ്വതമുകളിലേക്ക് വിളിച്ചു കയറ്റി കൽപ്പനകൾ കൊടുത്തു. അതിനുശേഷം സമാഗമന കൂടാരങ്ങൾ എങ്ങനെ പണിയണമെന്ന് മോശയ്ക്ക് യഹോവയായി ദൈവം കൊടുക്കുന്ന വലിയ നിർദ്ദേശങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഓരോ അധ്യായത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം വായിക്കാതെ 26 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളുടെ ഒരു ഉള്ളടക്കം ഓരോ ദിവസങ്ങളായി നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ക്രമമായി ആ ഓരോ ദിവസത്തെയും ചാപ്റ്ററുകൾ വായിച്ചുകൊള്ളുക. യഹോവയായ ദൈവം പറഞ്ഞു, എനിക്ക് അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ ഒരു കൂടാരമുണ്ടാക്കണം. സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവം താൻ സ്നേഹിക്കുന്ന സമൂഹത്തിൻ്റെ നടുവിൽ വസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് അതിവിശുദ്ധനായ ദൈവം അശുദ്ധി നിറഞ്ഞ ഭൂമിയിൽ വിശുദ്ധമായ ഒരു സ്ഥലം പ്രത്യേകമായി ക്രമീകരിക്കുകയാണ്. ഇവർ യാത്ര ചെയ്യുന്നവരാകൊണ്ട് ഈ കൂടാരം പണിതാൽ അത് അവർ പോകുമ്പോൾ ചുമന്നുകൊണ്ട് പോകത്തക്കവണ്ണം ഉള്ള ക്രമീകരണമാണ് ഇവിടെ ചെയ്യുന്നത്. സ്ഥിരമായിട്ടൊരു സ്ഥലം അവർ പോകുമ്പോൾ അവരുടെ കൂടെ ദൈവമുണ്ട് എന്നതിൻ്റെ വലിയ സൂചനയാണ് ഈ സമാഗമന കൂടാരം കൊണ്ടുപോകുന്നത്. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വായിക്കും, ഈ സമാഗമന കൂടാരം പൊളിക്കുന്നതും സ്ഥാപിക്കുന്നതും ചുമന്നുകൊണ്ട് പോകുന്നതൊക്കെ ലേവ്യ ഗോത്രക്കാരാണ്. അവരാണ് പുരോഹിത ഗോത്രം. അവരെ ദൈവം അത് പരമേൽപ്പിക്കുകയാണ്. ഇവിടെ ആളുകളിൽ നിന്നുള്ള നേർച്ചകൾ കൊണ്ടാണ് ഇതിനകത്തെല്ലാം ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള നൂലുകളും ഏറ്റവും വിലപിടിപ്പുള്ളതായ രത്നങ്ങളും സ്വർണങ്ങളും വെള്ളിയും ഇതെല്ലാം ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ദൈവത്തിൻ്റെ അതിമഹത്വത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് അത്ര വിലപിടിപ്പുള്ളത് കൊണ്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇന്നും ദേവാലയത്തിൽ നമുക്കറിയാം ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും ശ്രേഷ്ഠവുമായ ഉപകരണങ്ങളാണ് നമ്മൾ ദേവാലയത്തിന് നേർച്ചകളായി നമ്മൾ നൽകുന്നത്. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വായിക്കും, മോശ മതി എന്ന് പറയുന്നിടം വരെയും 36-ന്റെ 1 മുതൽ 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇനി സാധനങ്ങൾ ആരും കൊണ്ടുവരേണ്ട എന്ന് പറയത്തക്കവണ്ണം ആളുകൾ അത് കൊടുത്തു എന്നുള്ളതാണ്. അത്രമാത്രം ജനത്തിൻ്റെ വലിയ ഒരു സമർപ്പണം ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമാണ് പണിയാനായിട്ട് പോകുന്നത്. അത് പണിയുവാനും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ദൈവം 2 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. യഹൂദ ഗോത്രത്തിൽ നിന്ന് ബെസലേൽ എന്ന് പറയുന്ന ആളും ദാൻ ഗോത്രത്തിൽ നിന്ന് ഒഹേലിയാബ് എന്ന് പറയുന്ന 2 പുരുഷന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം അവർക്ക് ജ്ഞാനം കൊടുക്കുകയാണ്. അവരാണ് ഇതിൻ്റെ സകല പണികളും ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള ക്രമീകരണങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കിടെക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ട് ദൈവം അവരെ അവിടെ നിയമിക്കുകയാണ്. അത് ദൈവം അവർക്ക് പ്രത്യേക ജ്ഞാനം കൊടുക്കുന്നതായി നമ്മൾ ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവികമായ ജ്ഞാനം കൊണ്ടാണ് ഇത് ചെയ്യുക.
നമുക്കാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിൽ ദൈവം തരുന്ന ദാനമാണ്. നമ്മുടെ ആരുടെയും കഴിവുകൾ കൊണ്ടല്ല നമ്മുടെ കഴിവുകൾ ഉണ്ടാകുന്നത്. ദൈവം തരുന്ന ദാനത്തെ എപ്പോഴും ഓർത്ത് ദാനത്തേക്കാളുപരി ദാതാവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്കിടയാകണം. അപ്പം ആ രീതിയിൽ ദൈവം അവരെ പ്രത്യേകമായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അവരുടെ ഗോത്രങ്ങൾക്ക് അനുസരണമായി ക്രമമായി കൂടാരത്തിന് ചുറ്റും കൂടണമെന്ന് ഇനി പറയും. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് പോകത്തക്കവണ്ണമുള്ളതായ ഒരു സംവിധാനമുണ്ട്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ ആ രീതിയിലാണ് പുതിയ നിയമത്തിലും ദേവാലയങ്ങൾ നമ്മളൊക്കെ ഇത് രൂപീകരിക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ വെറും നിഴലാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ എല്ലാം പൂർത്തീകരണം പുതിയ നിയമത്തിൽ ഇനി വരാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിനോട് ചേർന്നുള്ളതായ ആ സഭയെയും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും അതിലെ അംഗങ്ങളായ ഓരോ വിശ്വാസികളും ഇനി നമുക്ക് കാണാം. ഓരോ പലകകൾ, നൂലുകൾ കൊണ്ടുള്ളതായ ഇത് തിരശ്ശീലകൾ, അല്ലെങ്കിൽ അതും കൊണ്ടുള്ള വെള്ളി, സ്വർണം, ചെമ്പ്, ഇതുകൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ടുള്ളതായ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഓരോന്നിനെ സൂചിപ്പിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ, ഈ സമാഗമന കൂടാരത്തുമായി ബന്ധപ്പെട്ട ഓരോ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിശുദ്ധി നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് ഓരോ അധ്യായത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നതിനൊക്കെ കാരണം ഇതെല്ലാം മറ്റ് ആ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട ഓരോ സാധനങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മുന്നോട്ട് ഇത് ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾ ക്രമമായി അത് വായിച്ചു പോരുക. ഇന്നത്തെ ദിവസം 26-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുക. അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളും കർത്താവുമായുള്ള വലിയ ബന്ധം മനസ്സിൽ നമ്മളാക്കിക്കൊണ്ട് ഇതൊക്കെ വായിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ആ വിശുദ്ധി നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കുവാനും ഇടയായിട്ട് തീരണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.